മുജീബ് ഡോക്ടറെ അടുത്താണ്. ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത്. പിന്നെ രോഗവുമായി ബന്ധപ്പെട്ട സംഗതി ഒന്നല്ല പറയാൻ പോകുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള ഡോക്ടറെ. മുജീബ് ഡോക്ടർ കുറ്റിപ്പാല ആദർശേരിക്കാരനാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലാണ് പുത്തനത്താണിയിലെ. പക്ഷേ ഇതിലുപരി ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ട് ഇദ്ദേഹത്തെ കുറിച്ചുണ്ട്. ഇദ്ദേഹം ചെയ്തൊരു വലിയ സംഭവം. ഏറ്റവും പ്രധാനമായിട്ടും പിന്നെ ഒരു ഫോൺ കോൾ വരുന്നു, പിന്നെ അതിൽ പിന്നെ ഡോക്ടർക്ക് ചില സംശയങ്ങളുണ്ടാവുന്നു, പണം തട്ടുന്ന ടീമാണെന്ന് മനസ്സിലാവുന്നു. നമുക്കറിയാമല്ലോ ഓൺലൈനിൽ ഒരുപാട് പിന്നെ ഫേക്ക് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം, മറ്റുള്ളവരേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെസ്സേജ്. അപ്പോൾ ഇന്നലെ അതിലേറ്റവും സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഡോക്ടർ പിന്നെ ഒരു പ്രമുഖനായ ഡെന്റിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഈ IT മേഖലയിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. ഓക്കെ, സന്തോഷം ഡോക്ടറെ. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത അറിയോ, പത്രത്തിൽ കണ്ടാണ് ഇദ്ദേഹം ഫോൺ വന്നപ്പോൾ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്കും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ ലൈവ് കോളിൽ പോകുന്നു. ലൈവ് തന്നെ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ വെച്ച് അതെന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. സംഭവം ആ ടീമിനെ ഇദ്ദേഹം പിന്നെ അവരുടെ ആ പ്ലാൻ ഉണ്ടല്ലോ ആകെ തകർക്കുന്നു, പോലീസുകാർ സഹായിക്കുന്നു. ബാക്കി ഡോക്ടർ വിശദീകരിക്കും. ഡോക്ടറെ എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ആളുകളൊന്ന് അറിയട്ടെ എന്താ സംഭവം എന്നുള്ളത്. അതായത് ആക്ച്വലി എനിക്ക് ഫോണ് വന്നത് BSNL ആണെന്ന് പറഞ്ഞിട്ട്, അതായത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ റെക്കോർഡഡ് വോയിസാണ്. ഈ വോയിസ് വന്നിട്ട് നിങ്ങൾ യു ഹാവ് എ പ്രോബ്ലം വിത്ത് യുവർ സിം കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നു. പിന്നെ അതിൽ തന്നെ പറയുകയാണ് വി ആർ ഫോർവേഡിങ് ഇറ്റ് ടു ദി BSNL ഓഫീസർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നെ ഒരു പേഴ്സൺ സംസാരിക്കുകയാണ്. ഇയാൾ സംസാരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പിന്നെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ആരോ പിന്നെ ഒരു സിം കാർഡ് വേറെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടേതാണ്, നിങ്ങളെടുത്തത് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും എടുത്ത് മുംബൈയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുംബൈയിൽ പോയിട്ടേ ഇല്ല, എന്തായാലും അത് നിങ്ങളുടെ പേരിലാണ്, അതുകൊണ്ട് തന്നെ ഞാനത് BSNLൻ്റെ റീജിയണൽ ഓഫീസർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓഫീസറെ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് കോൾ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോൾ ഫോർവേഡ് ചെയ്ത് ആ ഓഫീസർ വിളിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടായപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ BSNL ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടായാലും അവരിങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നു. പക്ഷേ ഈ ഓഫീസർ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. കട്ടായി പോയപ്പോൾ വീണ്ടും അവർ തിരിച്ചു വിളിച്ചപ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. മുംബൈയിൽ നിന്ന് ഒരാൾ നിങ്ങൾ ആധാർ ഉപയോഗിച്ചിട്ട് ഒരു ഫോൺ കണക്ഷൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് മാത്രമല്ല ആ സിമ്മിൻ്റെ നമ്പറൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഒരു 10 നമ്പർ അവർ പറഞ്ഞു തന്നു, ഈ നമ്പറാണ്, ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് ആൻറ്റി സോഷ്യൽ അണെത്തിക്കലായിട്ടുള്ള വർക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ സിം ഉപയോഗിച്ചിട്ട് അപ്പോൾ പോലീസ് നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മുംബൈ കണ്ടിട്ട് പോലും ഇല്ല ജീവിതത്തിൽ, പിന്നെ അതുവഴി പോയിട്ട് പോലും ഇല്ല, പിന്നെ അങ്ങനെ ഒരു സാധ്യതയില്ല, എന്തായാലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സിം പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു സിം ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് പോലീസ് അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ സിം ക്യാൻസൽ ചെയ്യുക, പോലീസിൻ്റെ ഓർഡർ പ്രകാരമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഈ കോള് എന്തായാലും പിന്നെ നിങ്ങൾ മുംബൈ പോലീസിന് ഫോർവേഡ് ചെയ്യുക, നിങ്ങൾ അവരുമായി സംസാരിച്ചിട്ട് പിന്നെ അവർ ഞങ്ങൾക്ക് ഓർഡർ തരും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ വെരിഫൈ ചെയ്തതിന് ശേഷം. അങ്ങനെ എന്താ വെച്ചാൽ അവർ ഒരു മുംബൈ പോലീസ് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസറുടെ ഇതിക്ക് കോൾ ഫോർവേഡ്, ആക്ച്വലി ഇവർ തന്നെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത് കേട്ടോ, പിന്നെ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ അയാൾക്ക് പിന്നെ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫോട്ടോ വന്നു. ഞാനൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്ന അല്ല ആദ്യം ഈ ഫോർവേഡ് ചെയ്ത കോൾ തന്നെ, പിന്നെ ഈ കോൾ ഫോർവേഡ് ചെയ്തിട്ട് അയാൾ പറഞ്ഞു ഞാൻ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പ് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വാട്സപ്പ് കോൾ വിളിച്ചു. അയാൾ വാട്സപ്പ് കോൾ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ പിന്നെ അത് ഫുള്ള് പരിശോധിക്കേണ്ടതുണ്ട്, അപ്പോൾ ഈ നമ്പർ അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത മറ്റ് നമ്പറുകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ നമ്പറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെ അയാൾ വാട്സപ്പിൽ പിന്നെ എനിക്കെതിരെയുള്ള കുറേ കേസുകളൊക്കെ അതൊക്കെ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് വാറൻ്റ് അടക്കമുള്ള പേപ്പറുകൾ, അതേമാതിരി പിന്നെ അവർ സൈബർ സെല്ലിക്കൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വെരിഫൈ ചെയ്യുന്നത്.
സൈബർ സെല്ലിക്ക് അവിടുന്ന് തന്നെ എൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ കണക്ട് ചെയ്യാണ്. സൈബർ സെല്ലിൽ ഞങ്ങൾ എൻക്വയറി ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് ഒരു ഓട്ടോമാറ്റഡ് മെസ്സേജ്, ഒരു ഓഡിയോ ഒക്കെ വരുന്നുണ്ട്. ഈ നമ്പറിൽ ഇന്ന സ്റ്റേറ്റിൽ ഇന്നത്, ഇന്ന സ്റ്റേറ്റിൽ ഇന്നത്, അങ്ങനെ കുറേ സ്റ്റേറ്റുകളിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതൊക്കെ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഒരുപാട് കേസ്. എന്നിട്ട് പിന്നെ അതിൽ എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ CBI-ലടക്കം കേസുണ്ട്. അത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ്, ധനമന്ത്രി. CBI-ക്ക് പരാതി കൊടുത്തൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു. അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ അനത്തിക്കൽ പ്രാക്ടീസ് അങ്ങനെ എന്തൊക്കെയോ ആണ് അതിൽ വരുന്നതെന്ന് അതുവരെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് സൈബർ സെല്ലിൽ നിന്ന് പിന്നെ അവർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ പറഞ്ഞു ഇത് മണി ലോണ്ടറിങ് എന്തോ നടത്തിയിട്ടുണ്ട് ഇതിൽ, അപ്പോൾ അതും കൂടി ഞങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്തിട്ട് അപ്പോൾ അവർ പറയുകയാണ് ഫുള്ള് മറ്റേ നരേഷ് ഗോയലൊക്കെ ഉണ്ടല്ലോ, ജെറ്റ് എയർവേസിൻ്റെ, അയാളുടെ എന്തോ ഇടപാടിലൊക്കെ പിന്നെ എടുത്തിട്ട് അവർ അതിലൊക്കെ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫറിങ് ഒക്കെ എന്തോ നിങ്ങളെ അക്കൗണ്ടിൽ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസ്ഫറിൻ്റെ നമ്മളെ ബാങ്കിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഇട്ട് തന്നു നരേഷ് ഗോയലിൻ്റെ അക്കൗണ്ട്. ഒക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഇപ്പോഴും കയ്യിലുണ്ട്. പിന്നെ അങ്ങനെ നരേഷ് ഗോയലിൻ്റെ ആ അക്കൗണ്ട്, അതുപോലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഫോൺ കണക്ഷൻ ഉപയോഗിച്ചെടുത്ത അക്കൗണ്ടുകൾ എന്ന് പറയപ്പെടുന്ന അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് ഇല്ല, നമ്മളിതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ അപ്പോൾ ഈ ബാങ്കിലോട്ട് പോയ സമയത്ത് എനിക്ക് ചെറിയ സംശയം, അതുവരെ നമ്മൾ സിമ്മ് സംതിങ് ഇല്ലീഗൽ വർക്ക് ചെയ്തു എന്നുള്ള ഒരു ആരോ ചെയ്തോ എൻ്റെ നമ്മൾ സംശയിക്കുമല്ലോ. നമ്മൾ ആധാർ ഇപ്പോൾ പലർക്കും നമ്മൾ അക്ഷയ സെൻറ്റർ അങ്ങനെ പലർക്കും അയച്ചു കൊടുക്കുന്ന സാധനമാണ്. പല ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളിത് സ്കാൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് പലത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ആധാർ ഉപയോഗിച്ച് നമ്പർ എടുത്തോന്ന് ഞാൻ ആദ്യം. പക്ഷെ ഇത് പണത്തിന്മക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ എനിക്ക് ചെറിയ സംശയം വരാൻ തുടങ്ങി. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി ഇവർ ഏതുവരെ പോകുന്നറിയണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് ഫുൾ അങ്ങനെ സംസാരിച്ചു. പിന്നെ അപ്പോൾ എന്നോട് ഇങ്ങനെ പിന്നെ എന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, അതിലെത്ര ക്യാഷ് ഉണ്ടോ, ഞാൻ പറഞ്ഞു ക്യാഷൊക്കെ ഉണ്ട്, ഞാനൊരു ഡോക്ടറല്ലേ, എന്തായാലും ഇത്തിരി ക്യാഷൊക്കെ ഇല്ലായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ബാങ്കിൽ കുറച്ച് കാശൊക്കെ ഉണ്ട്, പിന്നെ 2 ബാങ്കിലായിട്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഇത്തിരി കാശൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന ആളാണ് ഒക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവരാദ്യം പറഞ്ഞത് മുംബൈ സ്റ്റേഷനിൽ എത്തണം എന്നാണ്. ഞാൻ പറഞ്ഞത് ഞാനൊരു ഹാൻഡിക്യാപ്ഡ് പേഴ്സണാണ് ഓൾറെഡി, എനിക്ക് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എത്തുന്നില്ല, ഞാനത് ഓൺലൈനിലൂടെ തന്നെ കൈകാര്യം ചെയ്തോളാം, അവരുമായിട്ട് മുംബൈ പോലീസായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തോളാം, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പറഞ്ഞു. അല്ല, നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആണ്, നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് തരാം, അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ മൊഴി കൊടുത്താൽ മതി. എന്നാൽ ബുദ്ധി വർക്കുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് മൊഴി കൊടുത്താൽ മതി. അല്ല, ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഹിന്ദിക്കാരാണ്, അവരെ ഇംഗ്ലീഷ് നമുക്ക് അറിയാലോ. ഞാനും ഇംഗ്ലീഷിൽ സംസാരിച്ചു, അവരോടൊക്കെ എല്ലാം പറഞ്ഞു. ഇല്ല, അത് പിന്നെയാണ് വരുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുംബൈയിലുള്ള ആള് കുറേ സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ കേരളത്തിലുള്ള ഒരു DGP അങ്ങനെ എന്തോ ഒരു പോസ്റ്റിലുള്ള ഒരാൾക്ക് ഇത് കോൾ ഫോർവേഡ് ചെയ്യാണ്, ബാക്കി അദ്ദേഹം ചോദിച്ചറിയും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു മലയാളി, അതാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ശുദ്ധ നമ്മളൊക്കെ എറണാകുളമൊക്കെ ഭാഗത്തുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ ഒരു നല്ല പക്ക ആ സൗണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു പക്ക ഷാർപ്പ് സൗണ്ട്. ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ വല്ല വലിയ ചാനലും തുടങ്ങി കഴിഞ്ഞാൽ വൻ വിജയമാവും, അത്രയും നല്ല സൗണ്ടിലാണ് അയാൾ സംസാരിക്കുന്നത്. അങ്ങനെ എന്നോട് എല്ലാം ചോദിച്ചു സംഭവം. പിന്നെ എന്നോട് ഇങ്ങനെ എന്നെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അതിങ്ങനെ നരേഷ് ഗോയലിൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട്, പിന്നെ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അത് നിങ്ങൾ അവരോട് സംസാരിച്ച് നിങ്ങൾ ചെയ്തതെല്ലാം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി, അപ്പോൾ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ അവർ പരിശോധിക്കും, അപ്പോഴും പിന്നെ ഇങ്ങനെ പൈസ നമുക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, അപ്പോൾ പിന്നെ ഈ ഹയർ ഓഫീസർക്ക് തന്നെ വീണ്ടും ഇയാൾ ഫോർവേഡ് ചെയ്യും, ഞാൻ മൂപ്പർക്ക് തന്നെ കൊടുക്കുകയാണ്. പറഞ്ഞു നിങ്ങളെന്നെ ഹൈഡ് ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ മറച്ചു വെക്കുന്നില്ല, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. പിന്നെ എനിക്ക് ഏകദേശം കൂടി പിന്നെ ഞാനും കുറച്ചും കൂടി ഉഷാറായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവർ പിന്നെ പറഞ്ഞു, ഞാൻ ഈ കേരളത്തിലെ ആൾക്കാരെ കണക്ട് ചെയ്തു, അയാൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലാണ്, ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും,
പിന്നെ എന്നാൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൽ ഇത്തരം കേസുകളിൽ നമ്മൾ സാധാരണ ചെയ്യാറ് പിന്നെ അവരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് അതിലുള്ള ക്യാഷ് മുഴുവൻ സുപ്രീം കോർട്ടിൻ്റെ ഒരു അക്കൗണ്ടിലോട്ട് മാറ്റും. എന്നിട്ട് ഒരു 3 days കഴിഞ്ഞിട്ട് ആ കാശ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അതിൽ അപ്പോൾ ഈ ക്യാഷ് മാറ്റിയതിന് ശേഷം ഓഡിറ്റർ അതേപോലെ എന്തൊരു ഓഫീസർ ഇതിലെ ട്രാൻസാക്ഷൻസ് ഫുള്ള് ചെക്ക് ചെയ്യും, എവിടെ നിന്നൊക്കെ പൈസ വന്നിട്ടുണ്ട്, ആരൊക്കെ അയച്ചിട്ടുണ്ട്. കാരണം നരേഷ് ഗോയലൊക്കെ 2.5 കോടി അയച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ബാങ്കിലെ പാസ്ബുക്കും പിന്നെ അതുപോലെയുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് ഞാൻ ബാങ്കിൽ പോവുകയാണ്. പിന്നെ എന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യുക, നമുക്ക് അവിടുന്ന് വെരിഫൈ ചെയ്തിട്ട് കാശ് ഫുള്ള് വേണമെങ്കിൽ അടുത്ത്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഞാനും അഭിനയം തുടങ്ങിയിട്ട് പിന്നെ എന്നിട്ട് കാശ് ഫുള്ള് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം, എന്നിട്ട് കൺഫേം പിന്നെ എന്നിട്ട് നിങ്ങൾ കൺഫേം ആക്കിയിട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നാൽ മതി, എനിക്കൊരു പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് വീടിന് ഡ്രസ്സ് ചെയ്ത് നേരെ അല്ല പോകുമ്പോൾ വഴിയിൽ നിന്നുണ്ടായി സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു ബാങ്ക് എത്ര ദൂരത്തിലാണ്, ഞാൻ പറഞ്ഞു ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ കൽപ്പന. അപ്പോൾ ഈ ഞാൻ ഈ ബാങ്കിക്ക് പുറപ്പെടുന്ന സമയത്ത് എനിക്ക് പിന്നെ ഒരു സംശയം, ഇവർ ഈ വാട്സപ്പിലിട്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അവരയച്ച ഈവൺ അതിലൊരു പോലീസുകാരൻ്റെ ID കാർഡ് വരെ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന പോലീസുകാരൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പോലീസുകാരുടെ ID കാർഡ് അതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാനതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് പരസ്യപ്പെടുത്താൻ തന്നെ വയ്യ, കാരണം അതിൻ്റെ ഒറിജിനൽ ഒരു ഓണർ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ വഴിയിൽ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിൻ്റെ ഇടയ്ക്ക് തന്നെ കോള് കട്ടാക്കാണ്ട് അത് മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വാട്സപ്പിൽ പോയിട്ട് ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കും. നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് വരച്ചാൽ മതി. അങ്ങനെ ഞാൻ അപ്പോൾ ഇവർക്ക് എന്തോ സംശയമാണ്. കാരണം ഞാനിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഫോണുമ്മൽ കൈ എന്തോ കണ്ടിട്ടാണ് തോന്നുന്നു. നമ്മൾ പോവല്ലേ പെട്ടെന്ന് എത്തൂലേ, ഞാൻ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇവരെ ഈ ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ ശേഷം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഇത്തിരി ബ്ലോക്ക് ഉണ്ട് പറഞ്ഞിട്ട് ഒരു ഹോണൊക്കെ ഒന്ന് നീട്ടി അടിച്ചൊക്കെ കൊടുത്തു. ഞാനൊരു ബ്ലോക്ക് പെട്ടിരിക്കുകയാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഈ ഫോണുമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി. പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് സംസാരിച്ചാൽ മതി പറഞ്ഞു. ഇല്ല കൺഫ്യൂഷൻ ഉണ്ടല്ല. അവർ കൽപ്പാഞ്ചേരി പോലീസിൻ്റെ SI അല്ല, SI അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. റൈറ്ററോ അല്ലെങ്കിൽ AS അങ്ങനെ ആരോ ആണ്, പോലീസ് ഓഫീസർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുവരെ അവരെന്നെയാണ് കാണുന്നത്. പിന്നെ ആ നിമിഷം മുതൽ അവർ യൂണിഫോം ഇട്ടൊരു പോലീസുകാരനെയാണ് കാണുന്നത്. അപ്പോൾ അതവർക്ക് ഒരു ഞെട്ടലുണ്ടാക്കി. അപ്പോൾ അവർ ഈ പോലീസുകാരനോട് ചൂടാവുകയാണ്. പിന്നെ ഇനി ആരാണ്, നീ ഏത് ബാച്ചാണ്, SI ആണോ ASI ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരനോട് അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരനും അങ്ങോട്ടും തിരിച്ചൊക്കെ പറഞ്ഞു, കോൻഹെന്നൊക്കെ ചോദിച്ച് അയാളെ ഫേസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഫേസ് കാണിക്കാൻ പറഞ്ഞു വീഡിയോയിൽ. അപ്പോൾ ഫേസ് കാണിക്കുന്നില്ല, ഇവരൊരു എംബ്ലാണ് ശരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. മുംബൈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു എംബ്ലാണ്, അതിൽ ആ ഒരു ഇമേജാണ് അവർ കാണിക്കുന്നത് വീഡിയോ കോളിൽ. അപ്പോൾ ഫേസ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സംസാരിച്ചു. ഇവർ ഫോണ് കട്ടാക്കി. ഞാൻ ആ സ്വിച്ച് ഇത് താഴെ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ കോള് കട്ടാക്കി. അപ്പോഴേക്ക് ഞാൻ ഓക്കെ അപ്പോൾ തീർന്നു, അതോടുകൂടി പരിപാടിയെല്ലാം കഴിഞ്ഞു, പൊളിഞ്ഞല്ല അവർ ആ ദേശത്തിൽ എന്തൊക്കെ കുറേ ഹിന്ദിയിലൊക്കെ കുറേ പറഞ്ഞിട്ട് കട്ടാക്കി. അങ്ങനെ ഞാൻ കട്ടാക്കിയിട്ട് ഞാൻ ഈ ഫോണ് പിന്നെ വാട്സപ്പ് പിന്നെ എടുത്തു നോക്കി. അപ്പോഴേക്കും ആ സമയത്തേക്ക് അവരിട്ട സാധനങ്ങൾ മുഴുവൻ ഒറ്റ സെക്കൻഡ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോർച്യുനേറ്റ്ലി ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് അത് ഫുള്ളും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതോടുകൂടി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അവരിതിന് വേണ്ടിയിട്ട് എൻ്റെ പേരെഴുതിയ ഒരു ATM കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ട് തരാണ്. ഇത് ആ നമ്പറിൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കനറ ബാങ്കിൻ്റെ ATM കാർഡിൻ്റെ പേര് വെച്ചിട്ടാക്കിയിട്ടുണ്ട്. ഒരു പ്ലാൻ ചെയ്തു. കാരണം ATM ഒന്നും അടിക്കാൻ ഇപ്പൊ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് കഴിയും. പ്ലാനില്ല. കാരണം ATM-ലൊന്നും നമുക്ക് പേര് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ആ ഇനീഷ്യൽ അടക്കം കറക്റ്റ് ആക്കിയിട്ട് അതിൽ എഴുതിയിട്ട് അപ്പോൾ
ഒരു പ്ലാൻ ഇട്ടിട്ട് കേസ് ഫയൽ ചെയ്തോ? ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം കേസ് ഫയൽ ചെയ്ത് അന്വേഷിക്കാൻ ഇതിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ വലിയ എമൗണ്ട് ഉണ്ടായാലൊക്കെ സാധാരണ അവർ FIR ഇടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും പിന്നെ താങ്കള് പിന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, ഒരുപാട് ആളുകൾക്ക് ഇത് എഫക്റ്റീവ് ആവും. ഫോൺ വരുമ്പോ എന്ത് ചെയ്യാ? എനിക്കിതിൽ പറയാനുള്ളത് ഇതിന്റെ മോഡല്, ഇതിന്റെ ആ ഒരു രീതി അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനിത് കേൾക്കുന്നവർ വിചാരിക്കും ഇനിയും BSNL നിന്നാണ് കോള് വരികയെന്ന്. അങ്ങനെ ആയിക്കോളുന്നില്ല. ചിലപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്നാണെന്ന് പറയും, KSEB നിന്നാണെന്ന് പറയും, അതുപോലെ ബാങ്കിൽ നിന്നാണെന്ന് പറയും, അക്ഷയ സെന്ററിൽ നിന്നാണെന്ന് പറയും. ഇതൊക്കെ അതിനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരത് കൃത്യമായിട്ട് വെരി കെയർഫുൾ ആയിരിക്കണം. കാരണം പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഇതുപോലെ കോളുകൾ വരും. ഒരിക്കലും ഇനി കോളൊക്കെ അറ്റൻഡ് ചെയ്യാം, അവരെ പറ്റിക്കാം, ഒക്കെ ചെയ്യാം, പോലീസ് ഏൽപ്പിക്കാൻ ചെയ്യാം. ഒരു കാരണവശാലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കരുതായിരിക്കും. അത് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ പെട്ടുപോയാൽ പിന്നെ ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടില്ല. കാരണം ആ അക്കൗണ്ട് പോലും പിന്നെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പൈസ ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. സന്തോഷം. ചുരുങ്ങിയൊരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞ അവസാനം, ഇതിന്റെ പേരെന്താ? നിങ്ങളുടെ ക്ലിനിക്കിന്റെ പേര്? അൽക്കലാം ഡെന്റൽ ക്ലിനിക്. എത്ര വർഷമായി ഇവിടെ? ഇപ്പോൾ നമ്മൾ 2011 സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു സന്തോഷം. താങ്കളൊരു ഡെന്റിസ്റ്റ് മാത്രമല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു IT ഒരുപാട് കാര്യം ഇനി വേറെ വീഡിയോ വരാണ്ട് പിന്നീട് കാണിക്കും. ഒപ്പം നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഫോൺ നഷ്ടമായപ്പോൾ ആ ഫോണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് പിന്നെ പോലീസുകാരെ കൊടുന്നിട്ട് കളവ് പോയ ഫോണ് തിരിച്ചു പിടിച്ചൊരു സംഭവം ഉണ്ട്. അതപ്പോൾ പിന്നീട് പറയാം അല്ലേ?